എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് വൈഗോസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറിയാണ്. അപ്പം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി കൊണ്ടുവന്ന ആരാണ്? വൈഗോസ്കിയാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പം വൈഗോസ്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുമ്പോഴേ ആ കുട്ടിക്ക് ചില കഴിവുകൾ ഉണ്ടായിരിക്കും ശ്രദ്ധിക്കുവാനായിട്ട്. അതുപോലെ ഇന്ദ്രിയ അവയവങ്ങൾ, സെൻസേഷന് വേണ്ടി അറ്റൻഷൻ, അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതുപോലെ ചെറിയ രീതിയിലുള്ള ഓർമ്മയൊക്കെ തന്നെ ഓർമ്മശക്തിയൊക്കെ തന്നെ ഒരു കുട്ടിയിൽ ജനിക്കുമ്പോഴേ ഉണ്ടാകുമെന്നാണ് ആര് പറയുന്നത്? വൈഗോസ്കി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കുഞ്ഞിൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടിയിൽ ഉണ്ടാകുന്ന ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളെ നമുക്ക് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഇതേ കുട്ടി വളർച്ചയുടെ കാലഘട്ടത്തിൽ കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും സ്വയം പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു സ്റ്റേജിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹയർ മെൻ്റൽ ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ജനന സമയത്തെ കുട്ടികളുടെ ആ കഴിവിൽ നിന്നും പിന്നീട് കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിലുണ്ടാവുന്ന കുട്ടിയുടെ കഴിവുകളുടെ വികസനത്തിന് കാരണമാകുന്നത് ഒരു സാമൂഹികപരമായിട്ടുള്ളൊരു ഇടപെടലാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ആണെന്നാണ് ആര് പറയുന്നത്? വൈഗോസ്കി പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചില കഴിവുകളൊക്കെ ഉണ്ട്. ആ കുഞ്ഞ് ഓരോ പ്രായം കഴിഞ്ഞ് വളർന്നു വരുംതോറും ആ കുഞ്ഞിൻ്റെ കഴിവുകളൊക്കെ തന്നെ വികസിച്ച് വരുന്നു. അതിനുള്ളൊരു പ്രധാന കാരണം സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹികപരമായിട്ടുള്ളൊരു ഇടപെടലാണെന്നാണ് വൈഗോസ്കി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായ അടിസ്ഥാനത്തിൽ കുട്ടികളിൽ പക്വത രൂപപ്പെടുന്നതിനേക്കാൾ മുൻപേ അവരുടെ ചുറ്റുപാടുമായിട്ടുള്ള സാമൂഹിക ഇടപെടലുകളിലൂടെ അവരിലേക്ക് പക്വത, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു വികസനം കടന്നു വരുന്നു എന്ന് ആര് പറയുന്നു? വൈഗോസ്കി പറയുന്നു. അതുപോലെ തന്നെ വൈഗോസ്കി പറയുന്ന മറ്റൊരു കാര്യമാണ്, സാമൂഹിക ഇടപെടലിനെ പോലെ തന്നെ കുട്ടികളുടെ വളർച്ചയെ അല്ലെങ്കിൽ വികസനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സാംസ്കാരികമായിട്ടുള്ള ഒരു ചുറ്റുപാട്, കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിയെ നമുക്ക് സോഷ്യൽ കൾച്ചറൽ തിയറി എന്നും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിക്ക് പ്രധാനമായിട്ട് 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കുട്ടി ഒരു കാര്യം സ്വന്തമായിട്ട് പഠിക്കുന്നതിന് ചില പരിമിതികളുണ്ടല്ലേ. ഒരു കുട്ടി പുതിയതായിട്ടുള്ളൊരു കാര്യം സ്വന്തമായിട്ട് പഠിക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസിനെ മറികടക്കാനായിട്ട് ഒരാളുടെ സഹായം ലഭിക്കുവാണെങ്കിൽ കുട്ടി ആ ലിമിറ്റേഷൻസിനെയൊക്കെ തന്നെ മറികടക്കുന്നു. അപ്പോൾ അങ്ങനെ ആ സഹായമായിട്ട് വരുന്ന ആ ആളെ നമുക്ക് എന്തെന്ന് പറയാം? മോർ നോളജബിൾ അതർ, അല്ലെങ്കിൽ MKD എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ആരായിരിക്കും? അധ്യാപികയായിരിക്കും അല്ലേ. വീട്ടിലാണെങ്കിൽ പേരൻസ് ആയിരിക്കും. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിലാണെങ്കിൽ ആരായിരിക്കും? ഫ്രണ്ട് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്നത് ടൂൾസോ ടെക്നോളജിയോ എന്ത് വേണമെങ്കിലും ആവാം. അടുത്ത സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു കുട്ടിക്ക് സ്വന്തമായിട്ടൊരു കാര്യം, പുതിയതായിട്ടൊരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടിയെ സഹായിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാളുടെ സഹായത്തിൽ കുട്ടിക്ക് വികസനം സംഭവിക്കുന്നു, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ സഹായത്തിന് വേണ്ടിയിട്ട് വരുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി ആ കുട്ടിയിലുണ്ടാക്കുന്ന മാറ്റത്തെയാണ്, അല്ലെങ്കിൽ കുട്ടിയിലുണ്ടാക്കുന്ന വികസനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ സഹായത്തിൽ കുട്ടിയിലുണ്ടായ മാറ്റത്തെ അല്ലെങ്കിൽ വികസനത്തെയാണ് നമ്മൾ SPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ അറിവ് നൽകുന്ന വ്യക്തി എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഒരു സ്കെഫോൾഡർ, അല്ലെങ്കിൽ ഒരു കൈത്താങ്, അല്ലെങ്കിൽ ഒരു സഹായി എന്നതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ലാംഗ്വേജ് ആണ്. എന്നുവെച്ചാൽ കുട്ടി ചിന്തിക്കുന്നത് എന്തിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുന്നത് എന്തിലൂടെയാണ്? നമ്മുടെ ഭാഷയിലൂടെയാണ്. ഞാൻ ഇപ്പം ചിന്തിക്കുന്ന മലയാളത്തിലൂടെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മലയാളം ഭാഷയിലൂടെയാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം ഈ ലാംഗ്വേജിനെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രൈവറ്റ് സ്പീച്ച്, എക്സ്റ്റേണൽ സ്പീച്ച്, ഇൻറ്റേർണൽ സ്പീച്ച്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളുടെ ഒരു പ്രായമാണ്. ഇവിടെ ഈ ചിന്തിക്കുന്നതും ലാംഗ്വേജും തമ്മിൽ, അല്ലെങ്കിൽ ഭാഷയും ചിന്തയും തമ്മിൽ വ്യത്യാസമായിരിക്കും. എന്നുവെച്ചാൽ കുട്ടി സ്വന്തമായിട്ട് സംസാരിക്കുമായിരിക്കും. ഇപ്പം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. ആ ഒരു സംഭവമാണ് ഈ പ്രൈവറ്റ് സ്പീച്ചിൻ്റെ അകത്ത് വരുന്നത്.
എക്സ്റ്റേണൽ സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് കുട്ടിയുടെ ചിന്തയും ഭാഷയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുട്ടിയുടെ തിങ്കിങ്ങും അതുപോലെ തന്നെ ലാംഗ്വേജും തമ്മിൽ എന്താണ്? യാതൊരു ബന്ധവുമില്ല. ഇവിടെ കുട്ടി ലാംഗ്വേജിനെ കാണുന്ന എന്തായിട്ടാണ്? മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമായിട്ട് മാത്രമാണ് കുട്ടി എന്തിനെ കാണുന്നത്? ലാംഗ്വേജിനെ കാണുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻറ്റേർണൽ സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു വ്യക്തി സ്വന്തം മനസ്സിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു കാര്യം നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ലേ, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുകയാണ് എന്ന്. ഞാൻ ചിന്തിക്കുന്ന ഏത് ഭാഷയിലാണ്? എൻ്റെ ഭാഷയിൽ ഞാൻ തന്നെ, മലയാളം ലാംഗ്വേജിൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഇൻറ്റേർണൽ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലിന് കുട്ടികൾക്ക് അവസരം നൽകുന്നു. ഈ വൈഗോസ്കിയുടെ ഈ ഒരു തിയറി. രണ്ടാമത് കൊളാബറേറ്റീവ് ലേണിങ്ങിന്, ക്ലാസ്സുകളിൽ കൊളാബറേറ്റീവ് ലേണിങ്ങിന് കുട്ടികൾക്ക് അവസരം നൽകുന്നുണ്ട്. അതുപോലെ അധ്യാപിക ഒരു സഹായി എന്നതുപോലെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് വൈഗോസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറിയാണ്. അതിൻ്റെ മറ്റൊരു പേര് സോഷ്യൽ കൾച്ചറൽ തിയറി. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 2 സ്റ്റേജസ് ഉണ്ട്. ഹയർ മെൻ്റൽ ഫംഗ്ഷനും എലമെൻ്ററി മെൻ്റൽ ഫംഗ്ഷനും. 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന് മോർ നോളജബിൾ അതർ, സെക്കൻഡ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, മൂന്നാമത്തേത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിനെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് സ്പീച്ച്, എക്സ്റ്റേണൽ സ്പീച്ച്, ഇൻറ്റേർണൽ സ്പീച്ച്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.